എടി ഒന്നോട് വരുമോ? ഒരു കാര്യം ചോദിക്കാനാണേ. എന്താ? ഒരു ഒറ്റ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ നീ എല്ലാ ആൻസറും എനിക്ക് പറഞ്ഞു തരണം. ഇപ്പൊ ചോദിക്കണോ? എന്നാ നോക്കി. കറക്റ്റ് ഞാൻ ചേച്ചിയോട് എനിക്ക് നിങ്ങളോടും ചോദ്യം ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, ചേച്ചിയോട് ചോദിക്കാനുള്ള കാര്യമാണ്. വെല്ലവന്റെ ഭാര്യ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ വെല്ലവന്റെ ഭാര്യ വെല്ലവന്റെ ഭാര്യ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ വെല്ലവന്റെ ഭാര്യയെ കാണുമ്പോൾ തോന്നുന്ന ഫീൽ സ്വന്തം വൈഫിനെ കാണുമ്പോൾ തോന്നാത്തത് എന്തുകൊണ്ടാണ് ഗൈസ്? എനിക്ക് നിങ്ങളോട് അത് മാത്രമാണ് ചോദിക്കാനുള്ളത്. അപ്പൊ ഞാൻ പറയാൻ മനസ്സിലായോ? വല്ലവന്റെ വൈഫിനെ കാണുമ്പോൾ തോന്നുന്ന ഫീൽ സ്വന്തം വൈഫിനെ കാണുമ്പോൾ തോന്നാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഈ വെല്ലവന്റെ വൈഫ് എന്ന് പറഞ്ഞ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് പറയും. അല്ല, ഞാൻ ചോദിക്കുന്ന ഏതൊരാണ് മുറ്റത്തെ മുല്ലേക്ക് മണമില്ല പറയുന്നത്. അതങ്ങനെന്താ അവനവന്റെ പിന്നെ എന്താ ശരിക്കും നോക്കി എന്താ അവനെന്താ? അതല്ല, അങ്ങനെ കണ്ടേ. അപ്പൊ അതാണ് ചോദ്യം, മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്വന്തം ഭാര്യനെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല പോലെ നോക്കാൻ കഴിയാത്തത്? ആര് പറ? അങ്ങനെയല്ല ഇവിടുത്തെ വിഷയം വന്നിട്ട് അതല്ല. ഇവിടുത്തെ വിഷയം എന്താ വെച്ചാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അതാണ് ചില ആണുങ്ങളുടെ ഉള്ളില്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട്. സ്വന്തം ഭാര്യന് സ്നേഹയാത്ര പിന്നെ ഇങ്ങനെ മറ്റുള്ള ഭാര്യ നോക്കുന്നത് പറയടി. അങ്ങനെയാണ് ഇപ്പത്തെ കാലം കടന്നു പോകുന്നത്. മാത്രം തീരുമാനിച്ചാ മതിയോ? പറയും. നേരെ സംസാരിക്കാം. എനിക്ക് മനസ്സിലാവില്ല ഒന്നും നമ്മൾ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നേരെ രീതിയിൽ സംസാരിക്കാം. ഓക്കെ, പറയും. അപ്പൊ എന്താണ് അതിന് നിനക്ക് 2-3 കാര്യങ്ങൾ? നീ ആക്ച്വലി പോകാൻ കഴിഞ്ഞല്ലോ. അപ്പം ഡിവോഴ്സ് അങ്ങനെ ആരും ചിന്തിക്കില്ല. ഇനി ചിന്തിച്ചാൽ തന്നെ അവന് കണ്ണിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, മനസ്സിലല്ലേ? സ്വന്തം ഭാര്യയെ മനസ്സ് കൊണ്ട് സ്നേഹിക്കാത്തവനെ എങ്ങനെയാട്ടി മറ്റുള്ളവര് നോക്ക? പറയടി ഉത്തരം. അപ്പൊ ഗൈസ്, അപ്പൊ ഇത് പുതിയൊരു ഷെയ്ഡാണ് കേട്ടോ, പരിചയപ്പെടുത്തി. അപ്പം മനസ്സിലായില്ലേ ചേച്ചി പറഞ്ഞതിന്റെ ആൻസർ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി? എന്നെ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാനല്ല ഞാൻ പറയുന്നത്. ഇത് നല്ല ലിപ്സ്റ്റിക് ആണ്. നല്ല ലിപ്സ്റ്റിക് ആണ്. ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡാണ് ഞങ്ങളിട്ടത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങാം. അപ്പൊ ഗൈസ്, ഇപ്പൊ ഇത്രയൊക്കെയാണ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ മനസ്സിലായില്ല. ചേച്ചി ഇനി പട വെട്ടിക്കഴിഞ്ഞാൽ അവൾ പടവെട്ടല്ല ആക്ച്വലി. പട വെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളാണ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഞാനും ചിലപ്പോൾ പട വെട്ടും. അതുകൊണ്ട് എന്നെ കൊണ്ട് വെറുതെ പട വെട്ടിപ്പിക്കരുത് കേട്ടു മക്കളെ. ജിം 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 ജിംബാലിക്ക ജുംബലക്ക ജുംബാലിക്ക. വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രമിക്കട്ടോ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ. ഇപ്പോഴത്തെ സിറ്റുവേഷനില്ല, നമ്മൾ ഡെയിലി ഒരു 5-6 ലിറ്ററെങ്കിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഗൈസ്, ബൈ.